ഇത് കഴിഞ്ഞ ദിവസം വസ്ത്രയിൽ വന്ന ഓർഡേഴ്സ് ആട്ടോ. നമ്മൾ കുറച്ച് വിഷു കളക്ഷൻസ് ആയിട്ട് കോട്ട് സെറ്റ്, ചുരിദാർ സെറ്റ്, സാരീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് തിരക്കായിരുന്നെങ്കിൽ തന്നെയും വസ്ത്രയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് എല്ലാം ഞാൻ കറക്റ്റ് ക്ലിയർ ചെയ്ത ഓർഡേഴ്സ് എല്ലാം എടുത്ത് പക്കയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന ദിവസം ഈ ഓർഡേഴ്സ് എല്ലാം കറക്റ്റ് എഴുതി പാക്ക് ചെയ്ത് ഞാൻ കൊറിയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമുക്ക് ഓർഡേഴ്സ് വരികയാണെങ്കിൽ വെരി നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ നമ്മളത് ഡിസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കും. എന്തെങ്കിലും ഞാനിവിടെ ഇല്ല എങ്കിൽ മാത്രമേ അതങ്ങനെ വരാതെ ഉള്ളൂ. കാരണം അവർക്ക് പല അത്യാവശ്യത്തിലായിരിക്കും അവർ ചിലപ്പോൾ ഓർഡർ ചെയ്യുന്നത്. ഡിസ്പാച്ച് ചെയ്താൽ 3 to 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിൽ ഹോം ഡെലിവറിയാണ്, വീട്ടിലെത്തും. അപ്പോൾ നമ്മൾക്ക് ഓർഡർ തന്നിട്ട് നമ്മൾ എന്നേലും ഡിസ്പാച്ച് ചെയ്തിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വെരി നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതും വസ്ത്രയുടെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ് ഫോട്ടോഷൂട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിഷു ആയിട്ടുണ്ട്. ഇത് ഒരുപാട് നാൾ മുന്നേ പ്ലാൻ ചെയ്ത ഷൂട്ടാണ്, പക്ഷേ നടന്നില്ല. അതിപ്പോഴാണ് ചെയ്യുന്നത്. വിഷുവിന് നമ്മുടെ സെറ്റ് സാരിയൊക്കെ നിങ്ങളൊന്ന് കാണിക്കേണ്ട നല്ല ഭംഗിയോടുകൂടി. ചില സാരികൾ ഞാൻ കഴിഞ്ഞ ഫോട്ടോഷൂട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് സാരി. എനിക്കത് പോവാണ്ട് ഡിമാൻഡില്ലാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അതിന് കാരണം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വേറെ സാരീസ്, ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലെ സാരിയൊക്കെ അതിൻ്റെ കൂടെ കാണിക്കുമ്പോൾ അതിന് ഭയങ്കര ഡിമാൻഡാണ്. ഈ സാരി അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ബ്ലാക്ക് എടുത്തത്. അതുകൊണ്ട് തന്നെ അതിൽ ഫോട്ടോഷൂട്ട് എടുത്ത് എൻക്വയറീസ് ആയിരുന്നു. നിറയെ പ്രീ ബുക്കിങ്ങും കിട്ടി കേട്ടോ. അപ്പം നമ്മൾ ഒരു സാരി ഇങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടി നമ്മൾ ഉടുത്ത് കാണിക്കുമ്പോൾ ആ സാരിക്ക് ഒരു വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതും നമ്മുടെ വസ്ത്രയുടെ വിഷു കോട്ടൺ സാരിയാണ്, സെറ്റ് സാരിയാണ്. വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിത് വളരെ കുറച്ച് പീസസ് എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് മൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ, വിഷുവിന് സെറ്റ് സാരി എത്രത്തോളം മൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വസ്ത്രം തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് സാരീസേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് പടപടപ്പും ഒന്നും ഇല്ലാത്ത ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സെറ്റ് സാരി. അതിലൊരു റെഡ് കളർ ടെസൽസ് ഒക്കെ വരുന്നുണ്ട്. ആ ടെസൽസിന് ചേർന്നിട്ടുള്ള ബ്ലൗസാണ് കൊടുത്തിട്ടുള്ള, കോൺട്രാസ്റ്റ് ബ്ലൗസ്. അല്ല എങ്കിൽ ഈ സാരിക്ക് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. അത് ഈ സെയിം തന്നെയാണ് വിത്ത് ബ്ലൗസ് വരുന്നത്. അത് ഈ സാരിക്ക് ഒരു ഭംഗി എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ടെസൽസിൻ്റെ കളർ കൊടുത്തത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വസ്ത്രയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയേ. ഇത് മാത്രമല്ല, നമ്മുടെ വസ്ത്രയിൽ വേറെയും സാരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോട്ടൺ സെറ്റ് സാരി ഇതാണ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പാറ്റേണിലുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ടീനയും ടെസിയും തന്നെയാണ്. ക്യാമറ എന്ന് പറയുന്നത്, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ജിനോയാണ്. എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുത്തേക്കാൻ നിങ്ങൾക്ക് അവരുടെ പേജിൽ കയറി നോക്കാവുന്നതാണ്. അവരുടെ എല്ലാവരുടെയും വർക്ക് വളരെ നല്ലതാണ്. ടീനയുടെയും ടെസിയുടെയും ഞാൻ എപ്പോഴും ചെയ്യുന്നതാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ ലുക്ക് കാണുമ്പോഴും ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ ലുക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വസ്ത്രയുടെ വിശേഷം എന്ന് പറയുന്നത്.